ഹലോ ഗൈസ്, ഈ ഒരു വാൾ ഡെക്കർ എങ്ങനെയുണ്ട്? ഒന്ന് ട്രൈ ചെയ്താലോ? ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫോം ബോർഡ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫോം ബോർഡ് ഇല്ലെങ്കിൽ ജസ്റ്റ് കാർഡ്ബോർഡ് യൂസ് ചെയ്താലും മതി. ഞാനിവിടെ എനിക്ക് വേണ്ട സൈസിൽ പ്രിന്റ് എടുക്കുകയാണ് ചെയ്തത്. കുറച്ച് ഈസി ആയിക്കോട്ടെ വിചാരിച്ചു. വരച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാട്ടോ. ദെൻ ആ ഷേപ്പ് ഫോം ബോർഡിൽ കട്ടാക്കി എടുക്കാം. ഷാർപ്പ് നൈഫ് യൂസ് ചെയ്തതിനാൽ നീറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ 3 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ വുഡൻ ലുക്ക് കിട്ടാൻ വേണ്ടി സ്റ്റിക്കർ ഷീറ്റിൽ ആ ഒരു ടെക്സ്ചർ പ്രിന്റ് എടുത്ത് അത് വെച്ച് കവറാക്കി കൊടുക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിന്റ് യൂസ് ആക്കാം. ഐ തിങ്ക് ഇത് കുറച്ച് പണിയുണ്ട്, പെയിന്റ് ആയിരിക്കും കുറച്ചുകൂടി ഈസി. ബട്ട് എനിക്ക് ആ ഒരു വുഡൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ യൂസ് ആക്കിയത്. അങ്ങനെ ഈ 3 പീസും ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു നല്ലൊരു സീനറിയാണ്. അതിപ്പോ വരക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ആർട്ട് തന്നെ വെച്ച് യൂസ് ആക്കാം. ഞാൻ ഇത് പ്രിന്റ് എടുക്കാണ് ചെയ്തത്. അത് ഇതേപോലെ ഫ്രെയിമിന്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്ക് ആക്കി കൊടുക്കാം. ദെൻ വിൻഡോയുടെ 2 ഫ്രെയിംസും 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് ബെൻഡായ പോലെ വേണം ഒട്ടിക്കാൻ. ഗ്ലൂഗൺ യൂസ് ആക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് യൂസ് ആക്കാം, അല്ലെ മാറാല പിടിച്ച വിണ്ടായിരിക്കും കിട്ടുക. പിന്നെ വേണ്ടത് കുറച്ച് ടൈനി കളർഫുൾ ബട്ടർഫ്ലൈസ് ആണ്. ഈ ഒരു കട്ടൗട്ട് ഞാൻ സെയിൽ ആക്കുന്നുണ്ട്. ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് സൈസിലും ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസ്കറ്റിലുള്ളവരാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ചെയ്യാം. ഇതെന്റെ വർക്ക് ഡെസ്കിലാണ് ഞാൻ സ്റ്റിക്ക് ആക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ബട്ടർഫ്ലൈസും സ്റ്റിക്ക് ആക്കി കൊടുക്കാം. നമ്മുടെ ഡ്രീമി വിൻഡോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിന് ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഐ എം സോ ഒബ്സെസ്ഡ്. അപ്പോൾ ഇതുപോലുള്ള DIY വീഡിയോസിന് പ്ലീസ് ഡു ഫോളോ ആൻഡ് കമന്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ.